AP-യുടെ അടുത്ത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ AP-യെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അതുപോലെ തന്നെ AP-യുടെ പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. AP-യിൽ ഒരുപാട് ചോദ്യങ്ങൾ നമുക്കുണ്ട് കേട്ടോ. അതിപ്പോൾ CBSE-യിലായാലും ശരി, സ്റ്റേറ്റിലായാലും ശരി, നമുക്കിപ്പോൾ ഗണിതഗുരു എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, നമുക്കൊരു ഗൈഡ് ഉണ്ട്. ആ ഗൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 145ഓളം ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റുകാർക്ക് അവിടെ ഉണ്ട്. സെയിം തന്നെ നമ്മൾ CBSE അഗർവാളിന്റെ പുസ്തകം എടുത്താലും ശരി, ഏത് ബുക്ക് എടുത്താലും ശരി, ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് കാണാം. ഈ ചോദ്യങ്ങളിലൊക്കെയുള്ള ഇതിലൊക്കെ നമുക്ക് ഏറ്റവും മെയിനായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ജസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അതേ ഇക്വേഷൻസ് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യത്തെ an is equal to a plus n minus 1 into d. d is equal to difference in terms by difference in position. n is equal to an minus a divided by d plus 1. ഇത് മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ എന്നാം പദം an is equal to a plus n minus 1 into d എന്നും d എന്ന് പറഞ്ഞാൽ എന്താ, പൊതു വ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ്, വിച്ച് ഈസ് ഈക്വൽ ടു ഡിഫറൻസ് ഇൻ ടേംസ് ബൈ ഡിഫറൻസ് ഇൻ പൊസിഷൻ. മലയാളത്തിൽ പറയുമ്പോൾ പദങ്ങളുടെ വ്യത്യാസം ഡിവൈഡഡ് ബൈ ഹരിക്കണം അവയുടെ സ്ഥാനങ്ങളുടെ വ്യത്യാസം, പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ബൈ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അടുത്തത് നമ്പർ ഓഫ് ടേംസ് ഇൻ AP. ഒരു AP-യിലെ n ടേമുകൾ, അതായത് എത്ര ടേം ഉണ്ടോ അത്രയും ടേമുകൾ, എത്ര ടേമുകൾ ഉണ്ട് എന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ an minus a divided by d plus 1. അല്ലെങ്കിൽ നമുക്ക് ഒന്നുകൂടി വ്യക്തമാക്കി പറയാം, ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1. ഈ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്, അവസാന പദം മൈനസ് ആദ്യ പദം ഡിവൈഡഡ് ബൈ പൊതുവ്യത്യാസം പ്ലസ് 1. ഈ മൂന്ന് ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള വളരെ സിമ്പിളായുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നോക്കി അല്ലേ, ശരിയല്ലേ? ടീച്ചർ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് തന്നിരുന്നില്ലേ? ആ ചോദ്യം നിങ്ങൾ ചെയ്തിരുന്നോ? എന്തായാലും ടീച്ചർ അതിൻ്റെ ഉത്തരങ്ങളിലേക്ക് കടക്കുകയാണ്. നോക്കിയേ, ചോദ്യം ഇതായിരുന്നു: In an AP, the fifth term is 9 and ninth term is 5. Find the common difference. Also find the 14th term എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു AP-യിലെ മലയാളത്തിലെ ചോദ്യം പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ്: ഒരു സമാന്തര ശ്രേണിയുടെ 5ാം പദം 9ഉം 9ാം പദം 5ഉം ആണ്. അങ്ങനെയെങ്കിൽ ഈ AP-യുടെ പൊതുവ്യത്യാസം എത്ര? ഒപ്പം അവർ ചോദ്യം കൂട്ടിയിട്ടുണ്ടോ? ആ ചോദ്യം ഇങ്ങനെയാണ്: 14ാം പദം കണ്ടുപിടിക്കുക. ഓക്കെ, എങ്ങനെയാണ് അതിന്റെ ആൻസർ വരിക? ടീച്ചർ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5ാം പദം A5, അത് 9 ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലേ. പിന്നെ എന്താ വന്നിരിക്കുന്നത്? A9, അതായത് 9ാം പദം 9th ടേം, അത് എത്രയാ? 5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ടീച്ചർ അവിടെ ഒരു ഹിന്റ് പറഞ്ഞായിരുന്നു. എന്താണ് ആ ഹിന്റ്? നമ്മുടെ 5ാം പദത്തെക്കാളും 5ാം പദമാണ് ഇവിടെ വരുന്നത്, 9ാം പദം ചെറുതാണ് അല്ലെ. അതിന്റെ അർത്ഥം ഇതൊരു നെഗറ്റീവ് AP ആണ്. ഇതിന്റെ കോമൺ ഡിഫറൻസ് നെഗറ്റീവ് ആണ് വരുന്നുണ്ടായിരിക്കുക. ഇവിടെ നോക്കുക, D എന്ന് പറയുന്നത് ഡിഫറൻസ് ഇൻ ടേംസ് ബൈ ഡിഫറൻസ് ഇൻ പൊസിഷൻ ആണ് അല്ലെ. അതായത് ടേമുകൾ തമ്മിലുള്ള, പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ബൈ അവയുടെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ പദങ്ങൾ എന്താണ്? 9ഉം 5ഉം. അപ്പൊ 5 മൈനസ് 9 ഡിവൈഡഡ് ബൈ എന്ത് വേണം? 9 മൈനസ് 5. സ്ഥാനങ്ങൾ, ടേംസിന്റെ അപ്പോസിഷൻ എത്രയാണ്? 9 ആണ് അല്ലെ. ഫസ്റ്റ് 9 മൈനസ് 5 ആണ് എടുക്കേണ്ടത് അല്ലെ. വലുതിന് ചെറുതാണ് കുറയ്ക്കേണ്ടത്. പദം നോക്കുമ്പോഴും 9ാമത്തെ പദത്തിൽ നിന്നാണ് നമ്മൾ 5ാം പദം കുറയ്ക്കേണ്ടത്. 9th ടേമിൽ നിന്നാണ് നമ്മൾ 5th ടേം കുറയ്ക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ടേമിന്റെ പൊസിഷൻ എങ്ങനെ വരുന്നുണ്ടായിരിക്കുക? 9 മൈനസ് 5 എന്നാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ, ഡിനോമിനേറ്ററിൽ. ഓക്കെ, അപ്പൊ എന്താ നമുക്ക് പറയണേ? -4/4. എത്ര ഉത്തരം വരുന്നുണ്ടായിരിക്കുക? -1. ഇനി കോമൺ ഡിഫറൻസ് കിട്ടി കഴിഞ്ഞാൽ ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലേ എങ്ങനെയാണ് A കണ്ടുപിടിക്കാന്ന്. അപ്പൊ അതിന്റെ ഉത്തരം 13 ആണ് വരിക. ഫസ്റ്റ് ടേം A. ശരിക്കും അവിടെ ഫസ്റ്റ് ടേം നമ്മളോട് ചോദിച്ചിട്ടില്ല, പക്ഷെ നമുക്ക് എന്ത് വേണം? 14th ടേം, 14ാമത്തെ പദം കണ്ടുപിടിക്കണം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഫസ്റ്റ് ടേം കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അവിടെ 14th ടേം നമുക്ക് വരുന്നത് എത്രയാണ്? 0 ആണ് വരുന്നത്. അതായത് A plus 13D, A plus 13D ആണ് നമ്മുടെ 14th ടേമിന്റെ ഇക്വേഷൻ. A എന്താണ്? 13 പ്ലസ് 13 ഇൻറ്റു -1. 13 ഇൻറ്റു -1 -13 ആയിട്ട് മാറും. അപ്പൊ 13 മൈനസ് 13 എത്ര വരും? 0. അങ്ങനെയാണ് 14th ടേം അവിടെ 0 വന്നിരിക്കുന്നത്. ഈ ചോദ്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട്, നിങ്ങൾ ചെയ്ത് നോക്കിയെന്ന് ടീച്ചർ വിശ്വസിക്കുകയാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ഒരു പ്രത്യേക തരം ചോദ്യത്തിലേക്ക് ടീച്ചർ പോവാണ്. ഈ ഒരു ചോദ്യം ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരുപാട് സമയം നിങ്ങൾക്ക് ഫീൽ ചെയ്യും കേട്ടോ. പക്ഷെ
ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ പല രീതിയിൽ, ഇതിപ്പോൾ ഞാൻ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടാണ് ഇവിടെ ഈ ചോദ്യം എഴുതിയിരിക്കുന്നത്, പക്ഷെ ഇത് പല രീതിയിൽ ചോദിക്കാറുണ്ട്. ഒരിക്കൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കുന്നതാണ്, ഒരു പാക്കറ്റ് മിഠായി നമ്മുടെ കയ്യിലുണ്ട്. ആ മിഠായിയിൽ ഞാൻ ആദ്യത്തെ കുട്ടിക്ക്, ടീച്ചർ ഓഗസ്റ്റ് 15 ഒരു കഥയാണ് അവർ പറയുന്നത്. ഓഗസ്റ്റ് 15 നമ്മൾ എന്ത് ചെയ്യും? ഫ്ലാഗ് ഹോസ്റ്റിംഗ് അല്ലേ? ഫ്ലാഗ് ഹോസ്റ്റിങ്ങിന് ശേഷം നമുക്ക് എന്തുണ്ട്? ഇപ്പൊക്കെ ആണെങ്കിൽ ലഡു വിതരണം ചെയ്യും. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ഏതെങ്കിലും മാംഗോ ബൈറ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു മിഠായി വിതരണം ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടതൊക്കെ അല്ലേ? അപ്പം ഈ പറയുന്ന മിഠായി പാക്കറ്റ് പൊടിച്ചിട്ട് ടീച്ചർ ആദ്യം നിൽക്കുന്ന കുട്ടിക്ക് 2 മിഠായി കൊടുത്തു, അടുത്ത നിൽക്കുന്ന കുട്ടിക്ക് 4 മിഠായി കൊടുത്തു, പിന്നത്തെ കുട്ടിക്ക് 6 മിഠായി കൊടുത്തു. അതായത് 2 മിഠായി വെച്ച് കൂട്ടി 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 ഓരോ കുട്ടിക്കും കൊടുത്തു. അങ്ങനെയെങ്കിൽ ടീച്ചറുടെ ചോദ്യം, അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യം ഇങ്ങനെയാണ്, അങ്ങനെയെങ്കിൽ 100ാമത്തെ കുട്ടിക്ക് എത്ര മിഠായി കിട്ടും? അപ്പൊ എല്ലാവരും എന്ത് ചെയ്തു? വായ പിടിച്ചിരുന്നു. കാരണം എന്താ? ഇതെന്താ ഇങ്ങനത്തെ ഒരു ചോദ്യം, എവിടുന്ന് ഈ ചോദ്യം എന്നുള്ള രീതിയിൽ നമ്മൾ ഇരിക്കണം അല്ലേ? ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും AP ചോദ്യങ്ങൾ തരിക. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനത്തെ ചോദ്യങ്ങളിലേക്ക് നമുക്ക് വരാം. പക്ഷെ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മുഴുവനും സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയതിന് ശേഷം വേണം ഇതുപോലെയുള്ള കഥകളായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാനായിട്ട്. ഓക്കെ, പിന്നീട് ഒരിക്കലും വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്, ഒരു ടാങ്ക് ഉണ്ട്. ഈ ടാങ്കിൽ എത്രയോ ലിറ്റർ വെള്ളം ഉണ്ട് കേട്ടോ. അതിൽ ആദ്യത്തെ സെക്കൻഡിൽ നമ്മളൊരു ചെറിയ ഓട്ട ഇട്ടു ആ ടാങ്കിൽ. എന്നിട്ട് ആദ്യത്തെ സെക്കൻഡിൽ ഒരു ഇത്ര, അത് 1/2 ലിറ്റർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ പറയാട്ടോ. 1/2 ലിറ്റർ എന്നോ അല്ലെങ്കിൽ 0.5 ലിറ്റർ, 0.5 ലിറ്റർ എന്ന് പറയും, 1/2 ലിറ്റർ എന്ന് പറയും, ചിലപ്പോൾ അവർ ml കണക്കിൽ പറയും. അത് അതിൽ തരുന്ന ഇതിൽ നമ്മൾ 100 ml വെള്ളം പുറത്തേക്ക് പോയി, ആ ഓട്ടയിൽ കൂടെ ആ ഹോളിൽ കൂടെ പുറത്തു പോയി എന്ന് വിചാരിക്കുക. പിന്നെ പറയണ രണ്ടാമത്തെ സെക്കൻഡിൽ 150 ml ആണ് പോകുന്നത്. അപ്പൊ അവിടെ എത്ര കൂടി? 50 ml കൂടി. അപ്പൊ മൂന്നാമത്തെ സെക്കൻഡിൽ എത്ര പോകണം? 200 അല്ലെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 25ാമത്തെ സെക്കൻഡിൽ എത്ര ലിറ്റർ അല്ലെങ്കിൽ എത്ര ml വെള്ളം ആ ഹോളിൽ കൂടെ കടന്നു എന്നാണ് അവർ ചോദിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇങ്ങനത്തെ ടൈപ്പ് ചോദ്യങ്ങളിലേക്ക് നമുക്ക് വരണം. പക്ഷേ അതിനു മുൻപ് നമുക്ക് APയിൽ 1-2 ക്വസ്റ്റ്യൻസ് കൂടി ഡയറക്റ്റ് ഉള്ളത് പഠിക്കണം. പിന്നെ ഒരു ഇക്വേഷൻ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതുകൂടി കഴിഞ്ഞാൽ APയിൽ പഠിക്കാനുള്ള ഇക്വേഷൻസ് കഴിഞ്ഞു. പിന്നെ നമുക്ക് വളരെയധികം ഡിഫറൻസ് ആയിട്ട് വരുന്ന ഒരുപാട് ചോദ്യങ്ങൾ, ഇതുപോലെ കഥകളായിട്ട് വരുന്ന ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇനി വരുന്ന ക്ലാസ്സുകളിൽ കേട്ടോ. ശരി, ഈ ചോദ്യം നോക്കൂ. ഈ ചോദ്യം നമ്മൾ നോക്കുമ്പോൾ ഒന്നുകൂടെ നമ്മുടെ ആ സ്ലൈഡിലേക്ക് കണ്ണോടിക്കുക, ഈ 3 ഇക്വേഷൻ മനസ്സിൽ വെക്കുക. ഇനി ഈ ചോദ്യത്തിലേക്ക് ഞാൻ വരുന്നു. റൈറ്റ് ദ സീക്വൻസ് ഒബ്റ്റെയിൻഡ് വെൻ 3 becomes the remainder when each number of the sequence is divided by 6. എന്തോ വലിയ സംഭവം പറഞ്ഞിരിക്കുന്നു അല്ലേ? എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? മലയാളത്തിലെ ടീച്ചർ പറഞ്ഞുതരാം കേട്ടോ. നമ്മുടെ കയ്യിൽ ഒരു സീക്വൻസ് ഉണ്ട്. ഈ സീക്വൻസിനെ ഞാൻ 6 വെച്ച് ഡിവൈഡ് ചെയ്യണം. എന്ത് വെച്ച് ഡിവൈഡ്? 6 വെച്ചിട്ട്. ഓക്കെ, 6 കൊണ്ട് ഞാൻ എൻ്റെ കയ്യിലുള്ള സീക്വൻസിനെ അവിടെ പറഞ്ഞിട്ടുള്ളൂ. അത് AP ആണോ ഒന്നും നമ്മളോട് പറഞ്ഞിട്ടില്ല. അത് ജസ്റ്റ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? സീക്വൻസ്, അവിടെ ഒരു സീക്വൻസ് ഉണ്ട്. അതിൽ ഓരോ ടേമിന് നമ്മൾ 6 വെച്ച് ഡിവൈഡ് ചെയ്യാണ്. 6 വെച്ച് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ, ഹരിക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ആദ്യത്തെ ടേമിൽ ഞാൻ 6 വെച്ച് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എത്രയായിരിക്കും? ശിഷ്ടം എത്രയായിരിക്കും? 3. ഓക്കെ, ഒന്നുകൂടി ടീച്ചർ പറയാണ് ചോദ്യം. എൻ്റെ കയ്യിലൊരു സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസിലെ ഈച്ച് ആൻഡ് എവറി ടേമിനെ ഞാൻ 6 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെ 6 വെച്ച് ഡിവൈഡ് ചെയ്താൽ എൻ്റെ റിമൈൻഡർ 3 ആയിരിക്കണം എന്നതാണ് എൻ്റെ കണ്ടീഷൻ. ടീച്ചർ മലയാളം മീഡിയത്തിലെ കുട്ടികൾക്ക് വേണ്ടി മലയാളത്തിൽ പറയാണ്, ശ്രദ്ധിക്കുക. എൻ്റെ കയ്യിലുള്ള ഒരു ശ്രേണി, സീക്വൻസ് എന്ന ശ്രേണി, എൻ്റെ കയ്യിലെ ശ്രേണിയുടെ എല്ലാ പദത്തെയും 6 വെച്ച് ഹരിച്ചാൽ ശിഷ്ടം 3 കിട്ടും. ഓക്കെ, അങ്ങനെയുള്ള സീക്വൻസ് അല്ലെങ്കിൽ ശ്രേണി എടുത്തെഴുതുക എന്നാണ് ആദ്യത്തെ ചോദ്യം. അടുത്തത് രണ്ടാമത്തെ ചോദ്യം അവർ പറയുന്നത് ഫൈൻഡ് 10th ടേം ഓഫ് ദി സീക്വൻസ്. ഈ സീക്വൻസിന്റെ 10ാമത്തെ ടേം, 10th ടേം കണ്ടുപിടിക്കുക. A+9B എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കണ്ടുപിടിക്കണം. അടുത്തത് എന്താ വരുന്നത്? ഓൾസോ ഫൈൻഡ് നമ്പർ ഓഫ് ടേംസ് ഓഫ് ദി സെയിം AP. അപ്പൊ ഇവര് പറഞ്ഞു ഇത് AP ആണ് കേട്ടോ. കേട്ടോ, ലാസ്റ്റ് ടേം വന്നപ്പോഴാണ്, ലാസ്റ്റ് ഒരു ഇക്വേഷൻ വരുമ്പോഴാണ് അവർ പറഞ്ഞത് AP ആണ്. അതിന് നമ്മളോടൊന്ന് പറയുന്നത് ശ്രേണിയാണെന്ന് പറഞ്ഞിട്ടുള്ളൂ, ഒരു സീക്വൻസ് ആണെന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്ത് തന്നെയായാലും അവർ പറയുന്നത് also find the number of terms of the AP between 100 and 400. 100നും 400നും ഇടയിൽ
ഈ പറയുന്ന എ പി, അതായത് നമ്മൾ തൊട്ട് മുന്നൊരു എ പി എഴുതി വെച്ചില്ലേ, ഫസ്റ്റ് ചോദ്യം എന്തായിരുന്നു, ഒരു എ പി ഉണ്ട്, ഒരു സീക്വൻസ് ഉണ്ട്, അതിനെ 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ റിമൈൻഡർ നമുക്ക് 3 കിട്ടും. അങ്ങനെ നമുക്ക് 3 കിട്ടുന്ന സീക്വൻസ് എഴുതാം. ഈ സീക്വൻസിന്റെ 10ാമത്തെ ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞു. നെക്സ്റ്റ് ചോദ്യം, ഈ സീക്വൻസിന്റെ എത്രയൊക്കെ ടേംസ് അല്ലെങ്കിൽ എത്ര ടേംസ് ആണ് 100നും 400നും ഇടയ്ക്കുള്ളതെന്നാണ് അവർ ചോദിക്കുന്നത്. മനസ്സിലായോ ചോദ്യം? ഓക്കെ. അപ്പോൾ ഇവിടെ 1-2 കാര്യങ്ങൾ ടീച്ചർ പറയാണ്. ആദ്യത്തെ പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം തരുമ്പോൾ നമ്മൾ എന്ത് നമ്പർ വെച്ചാണോ ഡിവൈഡ് ചെയ്യുന്നത് ആ നമ്പർ ആയിരിക്കും ആ പറയുന്ന സീക്വൻസിന്റെ അല്ലെങ്കിൽ എ പിയുടെ കോമൺ ഡിഫറൻസ്. ഇവിടെ നമ്മൾ ഏത് നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്യുന്നത്? 6. ഏത് നമ്പർ വെച്ചാണോ, ഏത് സംഖ്യ വെച്ചാണോ നമ്മൾ നമ്മുടെ ശ്രേണിയെ ഹരിക്കുന്നത് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമൺ ഡിഫറൻസ് ഈ ചോദ്യത്തിൽ കേട്ടാ. അപ്പൊ നമുക്ക് എന്തായി കോമൺ ഡിഫറൻസ്? 6 ആണ് ഇവിടെ കോമൺ ഡിഫറൻസ്. അതാണ് ടീച്ചറോട് എഴുതി വെച്ചിരിക്കുന്നത്. ഇനി ഫസ്റ്റ് ടേം അവർ തന്നിട്ടൊന്നുമില്ല അല്ലെ, പക്ഷെ ടീച്ചർ പറഞ്ഞത് 3 ആണ്. അതെങ്ങനെയും 3 ചോദിച്ചാൽ നമുക്കറിയാം നമ്പേഴ്സ് എവിടുന്ന തുടങ്ങുന്നത്? 1, 2, 3 അങ്ങനെ 1ൽ നിന്നാണ് നമ്പർ തുടങ്ങുന്നത്. 1 എന്ന് പറയുന്ന നമ്പറിനെ ടീച്ചർ ഒന്ന് ഹരിച്ചു നോക്കി. ഏത് വെച്ച് ഹരിച്ചു നോക്കി? ഡിവൈഡ് ചെയ്ത് നോക്കി. 6 കൊണ്ട് 1നെ എനിക്ക് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, 6 കൊണ്ട് 1നെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല അല്ലേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 0 ആഡ് ചെയ്തിട്ട് മുകളിൽ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കും. ശരിയല്ലേ? നമ്മളിങ്ങനെ 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ അപ്പൊ നമ്മൾ 0 ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? 10 വരും. എന്നിട്ട് നമ്മൾ പോയിന്റ് ഇട്ടൊക്കെ ചെയ്തു. നമ്മളിപ്പോൾ അത് ചെയ്യുന്നില്ല. നമുക്ക് എന്തായാലും 1നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ. അപ്പൊ അതിന്റെ അർത്ഥം റിമൈൻഡർ എത്രയാ? 1. ഓക്കെ, 1/6 റിമൈൻഡർ എത്രയാണ്? 1 ആണ്. അതിന് നമുക്ക് എന്തില്ല? ആൻസർ ഇല്ല. ആൻസർ എപ്പോഴാണ് വരിക? നമ്മൾ അതിനെ പോയിന്റ് ഇട്ട് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ആൻസർ വരുള്ളൂ. സോ 1നെ 6 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ശിഷ്ടം 1 ആണ്. അപ്പൊ 2നെ 6 വെച്ച് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ശിഷ്ടം എത്രയാണ്? 2 ആണ്. 3നെ 6 വെച്ചിട്ട് 3നെ 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം അല്ലെങ്കിൽ റിമൈൻഡർ എത്രയാണ്? 3 ആണ്. അപ്പൊ നമ്മളുടെ ആവശ്യം എന്താ? 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 റിമൈൻഡർ വരുന്ന 3 ശിഷ്ടം വരുന്ന നമ്പേഴ്സിന്റെ ശ്രേണി അല്ലെങ്കിൽ നമ്പേഴ്സിന്റെ സീക്വൻസ് എഴുതാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇവിടെ നമ്മുടെ സീക്വൻസ് തുടക്കം എവിടുന്ന? 3ൽ നിന്നാണ് തുടക്കം. ഓക്കെ ആണല്ലോ. നിങ്ങൾക്ക് ഒന്നുകൂടി പറഞ്ഞു തരാണ് ടീച്ചർ. ഇത് ഇച്ചിരി വലിയ ചോദ്യമാണ്. അപ്പൊ ടീച്ചർ ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്ത് പറഞ്ഞു തരാണ് കേട്ടോ. അതായത് നമ്മൾ 1 മുതൽ നമുക്ക് ഇഷ്ടം പോലെ നമ്പേഴ്സ് അങ്ങോട്ടുണ്ട് അല്ലെ. നമ്മൾ പറയും 900 നമ്പർ ഉണ്ടെന്ന് പറയും. അതന്നെ നമ്മൾ ഇവിടെയും പറയുന്നു. 1 മുതൽ അങ്ങേയറ്റം വരെയുള്ള നമ്പേഴ്സ് ഇതൊക്കെ നമുക്ക് എത്ര ശ്രേണികളാക്കി എഴുതാനായിട്ട് പറ്റും, എത്ര സീക്വൻസ് ആയിട്ട് നമുക്ക് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. നമ്മളിവിടെ ബിൽഡപ്പ് ചെയ്ത സീക്വൻസിന്റെ പ്രത്യേകത, ഇവിടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ശ്രേണിയുടെ പ്രത്യേകത, ആ ശ്രേണിയുടെ ഏത് പദത്തിനെയും 6 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്താൽ 3 വേണം റിമൈൻഡർ. അതായത് ഈ പറയുന്ന സീക്വൻസിന്റെ ശ്രേണിയുടെ ഏതൊരു ടേമിനെയും നമ്മൾ 6 കൊണ്ട് ഹരിച്ചാൽ 3 ആയിരിക്കണം അതിന്റെ ശിഷ്ടം. അങ്ങനെ വരുന്ന ആദ്യത്തെ നമ്പർ 3 തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ വരുന്ന ആദ്യത്തെ നമ്പർ എത്രയാ? 3 ആണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടേം എത്രയാ? 3. ചോദ്യത്തിനനുസരിച്ച് ഇത് മാറ്റങ്ങൾ വരും. നമ്മൾ അതുപോലെ ചോദ്യങ്ങൾ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ നമുക്കിവിടെ കോമൺ ഡിഫറൻസ് ആയി, അതുപോലെ ഫസ്റ്റ് ടേമായി അല്ലേ. അതായത് പൊതുവ്യത്യാസം 6 എന്ന് കിട്ടി, 6 എന്ന് കിട്ടി, ആദ്യ പദം 3 എന്നും കൂടി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആ സീക്വൻസ് എഴുതാനല്ലേ, ആ ശ്രേണി എഴുതാൻ. അപ്പൊ ആ ശ്രേണി എന്താ വരുന്നത്? 3, 9, 15, 21 എക്സെട്ര. അതെങ്ങനെയാണ് വരുന്നത്? 3 ആണ് നമ്മുടെ ആദ്യത്തെ പദം അല്ലേ. കോമൺ ഡിഫറൻസ് എത്രയാണ്? 6. അപ്പൊ 3 + 6 9, 9 + 6 15, 15 + 6 21, 21 + 6 27. ഇങ്ങനെ അങ്ങനെ അങ്ങനെ ആ ഒരു ശ്രേണി പോയിക്കൊണ്ടിരിക്കും. ഓക്കെയാണ് ഞാൻ വിചാരിക്കുന്നു. ഇനി ചോദ്യത്തിലെ അടുത്തത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? 10ാമത്തെ ടേം കണ്ടുപിടിക്കണം അല്ലേ. അപ്പൊ എന്തെങ്കിലും നമ്മൾ 10ാമത്തെ ടേം കണ്ടുപിടിക്കുക. അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഇവിടെ കുറെ ബോക്സ് ഒക്കെ ഉണ്ട്, അതൊന്നും കണ്ട് പേടിക്കുന്നു വേണ്ട. ടീച്ചർ പറഞ്ഞു തരാം. ഓക്കെ, ഇവിടെ നോക്കുക. ഒരു സൈഡിൽ കണ്ടോ ടീച്ചർ എഴുതിയിരിക്കുന്നത് കണ്ടാ? A10 A10 എങ്ങനെ കണ്ടുപിടിക്കുക? A + 10 - 1 × D. ഏത് ഇക്വേഷൻ? A + n - 1 × D. ശരി, ഇതിൽ നമ്മൾ n-ന് പകരം 10 ഓൾറെഡി കൊടുത്തിട്ടാണ് ടീച്ചർ എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പൊ എന്താ ഇവിടെ വരുന്നത്? A10 = 3 + 9 × 6 അല്ലെ. 6 ആണ് കോമൺ ഡിഫറൻസ്. അപ്പൊ അവിടെ 9 × 6 എത്ര വരണേ? 54. 54 + 3 എത്ര വരിക? 57. അപ്പൊ 10ാമത്തെ ടേം എത്രയാ? 57. ശരി, ഇനി അടുത്തതാണ് നമ്മള് ഒരു ചോദ്യം അവിടെ പറഞ്ഞ 100നും 400നും ഇടയ്ക്ക് ഈ ശ്രേണിയുടെ ഈ A10 നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. അടുത്ത ചോദ്യം ഒന്ന് വായിച്ചു നോക്കൂ. 100നും 400നും ഇടയ്ക്ക് ഈ ശ്രേണിയുടെ എത്ര ടേമുകൾ വന്നു കിടപ്പുണ്ടെന്ന്
ഓക്കെ, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ 100 മുതൽ 400 വരെയുള്ള ടേംസിനെയാണ് നമ്മൾ ഇനി അനലൈസ് ചെയ്യാൻ പോകുന്നത്. അവരെ മാത്രമാണ് നമുക്ക് ഇനി കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇതേ സെയിം കണ്ടീഷനുള്ള അല്ലെങ്കിൽ ഈ AP-യിലുള്ള എത്ര ടേംസ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. ഇവിടെയാണ് ടീച്ചർ മറ്റേ ഇക്വേഷൻ, ഒരു മൂന്നാമതൊരു ഇക്വേഷൻ ടീച്ചർ പറഞ്ഞില്ലേ, n = an - a / d + 1, അവസാന പദം മൈനസ് ആദ്യ പദം ബൈ പൊതുവ്യത്യാസം +1. ഈ ഒരു ഇക്വേഷൻ നമ്മൾ നമ്പർ കണ്ടുപിടിക്കാനാണ്. 100-നും 400-നും ഇടയ്ക്ക് എത്ര ആൾക്കാരുണ്ട് ഈ AP-യിൽ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. ഇവിടെ ആദ്യത്തെ ബോക്സ് നോക്കൂ, ടീച്ചർ അവിടെ എഴുതിയിരിക്കുന്നത് നോക്കിയൊക്കെ 100/6. നമ്മളിങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ 100-നും 400-നും ഇടയ്ക്ക് അല്ലെങ്കിൽ 100-നും 1000-നും ഇടയ്ക്ക് 200-നും 500-നും ഇടയ്ക്ക് എത്ര ടേംസ് ഉണ്ട്, AP-യുടെ എത്ര ടേംസ് ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം ആ ടേം എടുക്കണം. ഏത് ടേം? 100 ആണെങ്കിൽ 100, എവിടെ തൊട്ട് എവിടെ വരെയാണോ ആ 2 ടേമുകളാണ് നമ്മൾ നോക്കുക. ഇവിടെ നമുക്ക് 100-നും 400-നും ഇടയ്ക്ക് ആയതുകൊണ്ട് 100-നെ നമ്മളുടെ പൊതുവ്യത്യാസം കൊണ്ട് നമ്മുടെ കോമൺ ഡിഫറൻസ് വെച്ച് ഡിവൈഡ് ചെയ്യണം. നമ്മുടെ കോമൺ ഡിഫറൻസ് തൊട്ട് മനസ്സിലായിട്ട് ടീച്ചർ എഴുതിയിട്ടുണ്ട്, എത്രയാ? 6 അല്ലേ. അപ്പൊ 100-നെ ടീച്ചർ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണു? 6 വെച്ച് ഡിവൈഡ് ചെയ്യണം. 100-നെ 6 വെച്ച് ഡിവൈഡ് ചെയ്ത് നിങ്ങൾ നോക്കി നോക്കുക, അതിന്റെ റിമൈൻഡർ ശിഷ്ടം എത്ര വരിക? 4 ആണ് വരിക. നമുക്ക് എത്ര ശിഷ്ടം വേണ്ട? 3 ആണ് വേണ്ടത്. ഇവിടെ ടീച്ചർ ഒരു പോയിന്റ് ആഡ് ചെയ്ത് പറയുകയാണ്, നമ്മളൊരു നമ്പർ വെച്ചിട്ട് ഇപ്പൊ 6 വെച്ച് ഞാൻ ഈ ലോകത്തുള്ള ഏത് നമ്പറിനെ ഡിവൈഡ് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്ന പോസിബിൾ ആയിട്ടുള്ള റിമൈൻഡേഴ്സ് ഏതൊക്കെയാ? 0, 1, 2, 3, 4, 5. 6ലേക്ക് പൂരിയ തിരിച്ച് 0-ലേക്ക് പോകും. ഓക്കെ, മലയാളം മീഡിയംകാർക്ക് വേണ്ടി ടീച്ചർ പറയുകയാണ്, നിങ്ങൾ ഏതൊരു സംഖ്യയെയും ഒരു നമ്പർ വെച്ചിട്ട് ഇപ്പൊ 6 വെച്ച് നിങ്ങൾ ഹരിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ശിഷ്ടം വരാൻ സാധ്യതയുള്ള ആകെ നമ്പേഴ്സ് ഏതൊക്കെയാ? 0 വരാം, 0 വരാം, 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം. 6 വരില്ല, തിരിച്ചെവിടേക്ക് പോവും? 0-ത്തിലോട്ട് പോവും. മനസ്സിലാവുന്നുണ്ടോ? അതായത് 10 വെച്ചാണ് ഞാനൊരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുക. 10 വെച്ചാണ് ഞാനൊരു നമ്പറിനെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ എനിക്ക് കിട്ടുന്ന പോസിബിൾ ആയിട്ട് അല്ലെങ്കിൽ എനിക്ക് കിട്ടാൻ സാധ്യതയുള്ള ശിഷ്ടങ്ങൾ ഏതൊക്കെയാണ്? 0, 1, 2, 3, 4, 5, 6, 7, 8, 9. 10 ഒരിക്കലും ശിഷ്ടാവില്ല. തിരിച്ചെവിടേക്ക് പോവാ? 0-ത്തിലേക്ക്. ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് നടക്കും. 0 ആണ് ശിഷ്ടമെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അത് ആ പറഞ്ഞ നമ്പർ ഈ 10-ന്റെ എന്തായിരിക്കും? മൾട്ടിപ്പിൾ ആയിരിക്കും, ഗുണിതമായിരിക്കും. 10-ന്റെ ഗുണനപ്പട്ടികയിൽ വരുന്ന ഒരു നമ്പർ ആയിരിക്കും 0 ശിഷ്ടം തരിക. ഇപ്പൊ 18-നെ ഞാൻ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് എത്ര ശിഷ്ടം വരിക? 18/6. ഉത്തരം 3 വരും, ശിഷ്ടം 0 വരും അല്ലെ. കാരണം 6 × 3 ആണ് 18 എന്ന് എനിക്കറിയാം. 6 × 3 ആണ് 18 എന്നറിയാം. അപ്പൊ 6-ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുള്ള ഒരാളാണ് 18 എങ്കിൽ അതിന്റെ റിമൈൻഡർ എത്രയാ? 0. അപ്പം നമുക്ക് 0 റിമൈൻഡർ വരാം. അല്ല എങ്കിൽ നമുക്ക് ഏതൊരു നമ്പർ അപ് ടു ദാറ്റ് നമ്പർ, അതായത് 7 വെച്ചാണ് ഞാൻ ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുന്നത് എങ്കിൽ 0, 1, 2, 3, 4, 5, 6 ഇവിടെ വരെ നമുക്ക് ശിഷ്ടം കിട്ടാം. 7 വരില്ല, തിരിച്ച് നമുക്ക് 0-ത്തിലേക്കാണ് പോകുള്ളൂ. ഓക്കെ, ഇത് മനസ്സിലായത് ടീച്ചർ വിചാരിക്കുകയാണ്. ഇവിടെ ടീച്ചർ എന്താ ചെയ്തിരിക്കുന്നത്? 100-നെ 6 വെച്ച് ഡിവൈഡ് ചെയ്തു. അപ്പൊ റിമൈൻഡർ എത്ര കിട്ടി? 4 കിട്ടി. ഇനി ടീച്ചർ ഒരു ടേബിൾ മേക്ക് ചെയ്തു. ആ ടേബിളിൽ ഫസ്റ്റത്തതിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്പർ എഴുതി. രണ്ടാമതിൽ നമ്മൾ റിമൈൻഡർ എഴുതി. എനിക്കറിയാം 100-ന്റെ റിമൈൻഡർ 4 ആണെന്ന് അറിയാം അല്ലേ. അപ്പൊ ഞാൻ 101-ന്റെ റിമൈൻഡർ എത്രയാക്കി എടുക്കണം? 5 ആക്കി എടുക്കണം. കാരണം 100, 101, 102 അങ്ങനെ കൂടിയല്ലേ വരണേ. അപ്പൊ റിമൈൻഡർ കൂടി വരും. അപ്പൊ 4, 5. പക്ഷെ 102-ന് ടീച്ചർ 0 എഴുതി. അതെന്താ കാരണം? ടീച്ചർ തൊട്ട് മുന്നേ പറഞ്ഞ കാരണം. അതായത് 4, 5 കഴിഞ്ഞ് പിന്നെ 6 വരുമോ? നമ്മൾ 6 ഡിവൈഡ് ചെയ്യണേ, പിന്നെ എവിടേക്ക് പോകണം? 0-ത്തിലേക്ക് പോകണം. അപ്പൊ നമ്മുടെ ശിഷ്ടം എത്രയായി? 0 ആയിട്ട് മാറി. അപ്പൊ നമുക്ക് എന്താ വരുന്നത്? 100-ന് 4 ആണ് റിമൈൻഡർ ശിഷ്ടം. 101-ന്റെ റിമൈൻഡർ 101-നെ 6 വെച്ച് ഹരിക്കുമ്പോൾ റിമൈൻഡർ 5. 102-നെ 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 0. 103-നെ ചെയ്യുമ്പോൾ 1. 104-നെ 6 വെച്ച് ഹരിക്കുമ്പോൾ 2 ആണ് ശിഷ്ടം. അവസാനം 105-നെ 6 വെച്ച് ഹരിക്കുമ്പോൾ എത്രയെന്ന് കിട്ടി? 3. ഇത് ഓരോന്ന് ചെയ്ത് നോക്കാനും നമുക്ക് സമയം പോകും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു ടേബിൾ മേക്ക് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആലോചിച്ചും കണ്ടുപിടിക്കാം കേട്ടോ. അതിന് ടേബിൾ മേക്ക് ചെയ്താൽ കുറച്ചുകൂടി നല്ലതാണ്. ടീച്ചേഴ്സിന് നോക്കുന്ന നമ്മുടെ ആൻസർ ഷീറ്റ്സ് നോക്കുന്ന ടീച്ചേഴ്സിന് മനസ്സിലാവും, നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവും. അപ്പൊ അതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഞാനിങ്ങനെ ഒരു ഇതാക്കി. അപ്പൊ എനിക്ക് ഫസ്റ്റ് ടേം എത്ര കിട്ടി? 100-നും 400-നും ഇടയ്ക്ക് നമ്മുടെ AP-യുടെ ആദ്യത്തെ ടേം ഏതാ? 105. ഓക്കെ, ഇനി എനിക്ക് അവസാനത്തെ ടേം കണ്ടുപിടിക്കണം അല്ലേ. അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത്?
അതിന് ഞാൻ ചെയ്യേണ്ട കാര്യം 400നെ 6 വെച്ച് ഡിവൈഡ് ചെയ്യണം. 400നെ 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 4 തരണം കേട്ടോ. പിന്നെ എനിക്ക് 401 അല്ല എടുക്കണ്ടേ, എനിക്ക് അതിൻ്റെ ഉള്ളിലുള്ളതല്ല എടുക്കണ്ടേ. അപ്പം ഞാൻ എന്തെടുക്കും, 399 എടുക്കണം. പിന്നെ 398, 397. നമ്മൾ വലുതായിട്ട് പോകുമ്പോൾ 100, 101, 102 അങ്ങനെ പോകുമ്പോൾ റിമൈൻഡർ കൂടി 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 പോകണം. പക്ഷെ നമ്മൾ ചെറുതാക്കി എടുക്കുമ്പോൾ റിമൈൻഡർ ചെറുതാക്കി കൊണ്ടുവരണം അല്ലേ. അപ്പം 400 കഴിഞ്ഞ് 399 വരുമ്പോൾ റിമൈൻഡർ 4ൽ എത്രയാവണം, 5 അല്ല ആവേണ്ടത്, 3 കുറയ്ക്കണം. ഓക്കെ ആണല്ലോ. ഇനി എത്ര വരണം, 398. അപ്പോൾ റിമൈൻഡർ 2, 397 1. ശരിക്കും ഇത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? 398 397 ചെയ്യേണ്ട ആവശ്യമുണ്ടോ? 398 397 നമുക്ക് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് ലാസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടി എത്രയാണത്, 399. ഓക്കെ, 399 ആണ് ലാസ്റ്റ് ടേം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ ഇക്വേഷനിലേക്ക് ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നു. n is equal to a n minus a divided by d plus 1. അപ്പോൾ n എത്രയാണ് നോക്കുക. n എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ടേം 399, നമ്മളിവിടെ രണ്ടാമത്തെ ബോക്സ് വെച്ച് കണ്ടുപിടിച്ച 399 ഡിവൈഡ് മൈനസ് 105. അത് നമുക്കറിയാം, ഫസ്റ്റ് ടേബിളിൽ നമ്മൾ കണ്ടുപിടിച്ചത് 105. അവിടെ റെഡ് ആക്കി ടീച്ചർ ഇട്ടിട്ടുണ്ട്, കണ്ടില്ലേ? ഓക്കെ, ഇനി എന്താ, ഡിവൈഡഡ് ബൈ 6 എന്താ നമ്മുടെ കോമൺ ഡിഫറൻസ്, പ്ലസ് 1. 399 നിന്ന് 105 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ കുറയ്ക്കുമ്പോൾ നമുക്ക് 294 കിട്ടും. 294 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 49 കിട്ടും. 49 പ്ലസ് 1 ചെയ്യുമ്പോൾ 50. അതായത് 100നും 400നും ഇടയ്ക്ക് ഈ AP-യുടെ എത്ര ടേംസ് ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, 50 ടേംസ് ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവർക്കും പിടികിട്ടിയെന്ന് ടീച്ചർ വിശ്വസിക്കുകയാണ്. ഒന്നുകൂടി ഈ ക്ലാസ് കേട്ട് നോക്കുക, അത് നമുക്ക് മനസ്സിലാവും കുറച്ചുകൂടി കേട്ടോ. ഓക്കെ, ഇനി ഇതേപോലെ ഒരു ചോദ്യം തന്നെ ടീച്ചർ അടുത്തത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഇട്ട് തന്നിരിക്കുകയാണ്. ചോദ്യം പക്ഷെ ടീച്ചർ ഒന്ന് പറഞ്ഞു തരാം. റൈറ്റ് ദ സീക്വൻസ് ഒബ്റ്റെയിൻഡ് when 2 becomes the remainder when each number of the sequence is divided by 5. എൻ്റെ കയ്യിൽ ഒരു സീക്വൻസ് ഉണ്ട്, ഒരു ശ്രേണി ഉണ്ട്. ഈ ശ്രേണിയിൽ ഓരോ പദത്തെയും ഓരോ ടേമിനെയും ഞാൻ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, 5 വെച്ച് ഹരിച്ചാൽ, അപ്പോൾ അവിടെ നമ്മുടെ പൊതു വ്യത്യാസം കോമൺ ഡിഫറൻസ് എത്രയാണ്, 5 ആണ് കേട്ടോ. ഓക്കെ, എത്രയാണ് നമ്മുടെ റിമൈൻഡർ വരേണ്ടത്, 2 റിമൈൻഡർ വരണം, 2 ശിഷ്ടം വരണം. അങ്ങനെയുള്ള സീക്വൻസ് എഴുതാൻ പറഞ്ഞു. അപ്പൊ നമ്മുടെ തുടക്കം വരുന്ന 2ൽ നിന്നാണ് തുടക്കം. 2 2 പ്ലസ് 5 7 7 പ്ലസ് 5 12 അങ്ങനെ അങ്ങ് പോകും. ഓക്കെ ആണല്ലോ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, 12th ടേം ഓഫ് ദി സീക്വൻസ് കണ്ടുപിടിക്കാൻ a പ്ലസ് 11d വെച്ചിട്ട് 12th ടേം ഒന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി ഓൾസോ ഫൈൻഡ് ദ നമ്പർ ഓഫ് ടേംസ് ഓഫ് ദി AP ബിറ്റ്വീൻ 100 ആൻഡ് 500 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 100നും 500നും ഇടയിലുള്ള ഈ AP-യുടെ എത്ര ടേംസ് ഉണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ടീച്ചർ നേരത്തെ പറഞ്ഞതുപോലെ 100നെ 5 വെച്ച് ഡിവൈഡ് ചെയ്യുക, അതിന് ശിഷ്ടം എത്രയാണെന്ന് നോക്കുക. അതിനുശേഷം നമുക്ക് ശിഷ്ടം വേണ്ടത് 2 ആണ്. അപ്പോൾ ഒരു ടേബിൾ മേക്ക് ചെയ്യുക, അതിൽ നിങ്ങൾക്ക് A കിട്ടും. അതിനുശേഷം ഇവിടെ വന്നിരിക്കുന്ന 2 അല്ല നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. 100നും 500നും ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ, 100നും 400നും ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ പിന്നെ നമ്മുടെ എയും എനും അതിൻ്റെ ഇടയിലുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. എന്നാലും നമുക്ക് കറക്റ്റ് നമ്പർ കിട്ടുള്ളൂ കേട്ടോ. ആരും പോയിട്ട് 2 എടുക്കരുത്, അല്ലെങ്കിൽ നേരത്തെ ക്വസ്റ്റ്യനിൽ 3 എടുക്കരുത്. നമ്മളോട് ഒരു സ്പെസിഫൈ ചെയ്ത് ഇന്നത് മുതൽ ഇന്നത് വരെ, ഫ്രം ദിസ് നമ്പർ ടു ദിസ് നമ്പർ എന്ന് പറയുമ്പോൾ അവരുടെ ഇടയിൽ മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അവിടെ അതിനിടയിലുള്ള ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, പരിഗണിക്കേണ്ടത്. ഓക്കെ, ശരി. അപ്പോൾ ഈ ചോദ്യം നിങ്ങളൊന്ന് ചെയ്യുക. ഇതിൻ്റെ ഉത്തരങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം. കുറേ പേരൊന്നും ചെയ്യുന്നില്ല തോന്നുന്നു, കമൻറ്റ് ബോക്സിലൊന്നും കാണുന്നില്ല ടീച്ചർ ചെക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഇടണം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക, ടീച്ചർ അത് നോക്കി വെച്ച് വരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അടുത്തത് ലാസ്റ്റ് 2 ഇക്വേഷനാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സം ഓഫ് n ടേംസ് ഓഫ് ആൻ AP. ഒരു AP-യിൽ n ടേമുകളുണ്ട്, 25 ടേംസ് ഉണ്ട്. ഇങ്ങനെയാണെന്ന് വിചാരിക്കും, 1 2 3 4 5 6 7 8. അതൊരു AP ആണല്ലോ, കോമൺ ഡിഫറൻസ് 1 ആയിട്ടുള്ളൊരു AP ആണ്. 1 2 3 4 5 6 7 8 9 അങ്ങനെ 25 വരെ. ഇതെല്ലാം കൂടി കൂട്ടിയാൽ എത്ര കിട്ടുന്നു? ഇതിരുന്ന് നമ്മൾ കൂട്ടാൻ പറ്റുമോ നമുക്ക് എക്സാമിന് സമയത്ത്? ഇല്ല. ഇനിയിപ്പോൾ വേറൊരു AP, തൊട്ട് മുന്നത്തെ AP നോക്കി നോക്കിയേ, 2 7 12 17 അങ്ങനെ പറഞ്ഞിട്ടൊരു AP അങ്ങ് പോകുന്നുണ്ട്. ഈ AP-യുടെ ആദ്യത്തെ 200 ടേംസിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം എല്ലാ ടേമും ഇരുന്ന് എഴുതുമോ? 200 വരെ ടേം എഴുതിയിട്ട് പിന്നെ ഇതെല്ലാം കൂടി ഇരുന്ന് കൂട്ടുമോ? ഇല്ല, നമുക്ക് അതിനുള്ള സമയമില്ല അല്ലേ. നമുക്ക് ആ 2.5 മണിക്കൂർ ഉള്ളിടത്ത് നമ്മൾ എവിടെ ഇതൊക്കെ ഇനി പഠിക്കാൻ ഇഷ്ടംപോലെ കിടക്കല്ലേ.
അപ്പോൾ നമ്മൾ എങ്ങനെ ഇതൊക്കെ എഴുതാൻ പറ്റുമോ? അതൊന്നും പറ്റില്ല അല്ലേ? അപ്പോൾ നമുക്ക് ഇക്വേഷൻ വേണം. ആ ഇക്വേഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. SN ആണ് നമ്മൾ സമ്മിനെ, ഒരു AP-യുടെ n ടേമുകളുടെ തുകയെ നമ്മൾ കാണിക്കുന്നത് SN ആണ്. അതിൻ്റെ ഇക്വേഷൻ n/2 × 2a + n - 1 × d. n എന്ന് പറഞ്ഞാൽ എത്ര ടേം, അതായത് ആദ്യത്തെ 250 ടേമുകളുടെ എന്ന് പറയുമ്പോൾ n അവിടെ എത്രയാ? 250. ഓക്കെ, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 250 ടേംസ് എന്ന് പറഞ്ഞാൽ 250 അവിടെ എന്താ വരുന്നത്? n ആയിട്ട് വരും. ഇനി a എന്ന് പറയുന്നത് നമുക്കറിയാം ഫസ്റ്റ് ടേം ആണ്, d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് ആണ്. ഇനി ചില ക്വസ്റ്റ്യൻസിൽ നമുക്ക് എയും എനും തന്നു വിചാരിക്കുക, അതായത് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തന്നു. നമ്മളോട് പറയാണ് ഒരു AP-യുടെ ഫസ്റ്റ് ടേം 10, ലാസ്റ്റ് ടേം അല്ലെങ്കിൽ 255ാമത്തെ ടേം എന്ന് പറയുന്നത് 200. അങ്ങനെയാണെങ്കിൽ ഈ AP-യുടെ ആദ്യത്തെ 255 ടേമുകളുടെ സം കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം 10 + 200 × 255/2. അതായത് ഇതിനെക്കുറിച്ചൊക്കെ ടീച്ചർ അടുത്ത ക്ലാസ്സുകളിൽ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്യിപ്പിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്ന 2 ഇക്വേഷൻസ് പ്രത്യേകം പഠിച്ചു വെക്കുക. ഇപ്പം നമ്മൾ ഇതിൻ്റെ ചെയ്യുന്നില്ല, നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. 2 ഇക്വേഷൻസ് SN = n/2 × 2a + n - 1 × d. SN = n/2 × a + an. മലയാളത്തിൽ പറയുകയാണെങ്കിൽ n പദങ്ങളുടെ തുക, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സം ഓഫ് n ടേംസും മലയാളത്തിൽ പറയാം ഒരു സമാന്തര ശ്രേണിയുടെ, ഒരു AP-യുടെ n പദങ്ങളുടെ തുക SN = n/2 × 2a + n - 1 × d. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാം SN = n/2 a + an. ഓക്കെ ആണല്ലോ? ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് ടീച്ചർ കരുതുകയാണ്. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം. ഓക്കെ, അപ്പോൾ ഈ ക്ലാസ് ഇത്ര നേരം കേട്ടിരുന്നതിൽ എല്ലാവർക്കും നന്ദി. ഇതെല്ലാം ഒന്നുകൂടെ പഠിക്കുക. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഓക്കെ, താങ്ക് യു.